ഒന്ന് PV അൻവർ കോൺഗ്രസിനൊപ്പം UDF-നൊപ്പം വന്ന ശേഷം അദ്ദേഹം ബേപ്പൂരിൽ മത്സരിക്കും, മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കും എന്നുള്ള രീതിയിലാണ് പ്രചരണം. ആ രീതിയിലുള്ള ഫ്ലക്സ് ബോർഡുകളും എല്ലാം വന്നതാണ്. പക്ഷേ എന്നാൽ സുനിൽ കനകോലുവിൻ്റെ റിപ്പോർട്ടിൽ വിജയസാധ്യതാ പട്ടികയിൽ PV അൻവർ ഇല്ല. മാത്രവുമല്ല ആ മണ്ഡലത്തിൽ നിന്നും 2 കോൺഗ്രസ് നേതാക്കളുടെ പേര് വന്നിരിക്കുന്നു. ഒന്ന് ആദം മുൻഷിയാണ്. ആദം മുൻഷി പഴയ യൂത്ത് കോൺഗ്രസ് നേതാവാണ്, അതുപോലെ തന്നെ KPCC അംഗമാണ്. മറ്റൊന്ന് KPCC സെക്രട്ടറി ആയ KP നൌഷാദിരിയാണ്. മാധ്യമ ചാനൽ ചർച്ചകളിൽ തിളങ്ങുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പേരുമാണ് അവിടുന്ന് വന്നിരിക്കുന്നത്. മറ്റു പട്ടികയിലേക്ക് പോയി കഴിഞ്ഞാൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ കൊയിലാണ്ടിയിൽ വിജയസാധ്യതയുണ്ടെന്ന് പട്ടികയിലുണ്ട്. മാത്രവുമല്ല ഈ കാര്യത്തിൽ DCC വൃത്തങ്ങളും സ്ഥിരീകരിക്കുന്നു, പ്രവീൺ കുമാർ കൊയിലാണ്ടിയിൽ മത്സരിക്കുമെന്നുള്ളത് KPCC നേതാക്കളും സ്ഥിരീകരിക്കുന്നുണ്ട്. മറ്റൊന്ന് നാദാപുരത്ത് KM അഭിജിത്ത്, യൂത്ത് കോൺഗ്രസ് നേതാവാണ് KM അഭിജിത്ത്. അതുപോലെ ബാലുശ്ശേരിയിലേക്ക് KSU നേതാവ് TV സൂരജ്, KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റാണ് TV സൂരജിൻ്റെ പേരിൽ. എലത്തൂർ മണ്ഡലം മാണി സി കാപ്പൻ്റെ പാർട്ടിയിൽ നിന്നും തിരിച്ചെടുക്കുന്നു. അവിടത്തേക്ക് ദിനേശ് മണിയുടെയും വിദ്യാ ബാലകൃഷ്ണൻ്റെയും പേര് കൂടി നിർദ്ദേശിച്ചിരിക്കുന്നു. കോഴിക്കോട് നോർത്തിൽ K ജയന്തിൻ്റെ പേരും. അതായത് ചുരുക്കത്തിൽ ഒരു കനകോലു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ഥാനാർത്ഥി നിർദ്ദേശ പട്ടിക കോഴിക്കോട് തയ്യാറായി കഴിഞ്ഞു. അതിൽ ബേപ്പൂരിൽ PV അൻവറിന് വിജയസാധ്യതയില്ല എന്നുള്ളത് കൃത്യമായി വ്യക്തമാക്കുന്നു. എന്നാൽ അതേ സമയത്ത് DCC പ്രസിഡന്റുമാർ മത്സരിക്കണമോ വേണ്ടയോ എന്നുള്ള ചർച്ചകൾ ഹൈക്കമാൻഡ് തലത്തിലൊക്കെ നടക്കുകയാണ്, KPCC തലത്തിലൊക്കെ നടക്കുകയാണ്. ആ ഘട്ടത്തിൽ DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിനെ കൊയിലാണ്ടിയിൽ നിർത്തിയാൽ വിജയസാധ്യതയുണ്ടെന്നുകൂടി ഈ റിപ്പോർട്ട് പറയുകയാണ്. SKN, ഈ ഇലക്ഷൻ തന്ത്രജ്ഞൻ കനകോലുവിൻ്റെ ഈ റിപ്പോർട്ട് അതുപോലെ ഉൾക്കൊള്ളാൻ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കന്മാരും തയ്യാറാണോ, അതോ കനകോലുവിൻ്റെ റിപ്പോർട്ടും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളിലും മാറ്റം വരുമോ? ദീപക്, നമ്മുടെ അന്വേഷണത്തിൽ എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? SKN, ഈ ഡൽഹിയിൽ വെച്ച് KC വേണുഗോപാലിനെ കണ്ടപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഇക്കുറി പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. സാധാരണ കോൺഗ്രസിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളതാണ്. ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും, എല്ലാം തയ്യാറാണ് എന്നുള്ളതാണ്. ഈ വാചകത്തിൽ നിന്നാണ് നമ്മുടെ അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. അതിൽ മനസ്സിലായത് 3 മാസം മുൻപ് തന്നെ വിവിധ മണ്ഡലങ്ങളിൽ സർവേ നടന്നിരുന്നു. അവിടെ ആരൊക്കെ വിജയസാധ്യതയുണ്ട് എന്നുള്ളത് ആരംഭിച്ചു. അത് കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ ഒരു 3 ആഴ്ച മുൻപ് ഇതിൻ്റെ ഒരു അവസാന രീതിയിലുള്ള ഒരു അന്വേഷണം എല്ലാ മണ്ഡലങ്ങളിലും നടന്നു. അങ്ങനെ അന്തിമ പട്ടിക ഹൈക്കമാൻഡിന് കൈമാറി എന്നുള്ളതാണ്. അങ്ങനെ കനകോലു പട്ടിക പ്രകാരം തന്നെയായിരിക്കും വിജയസാധ്യത മാത്രം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനം. ഏതായാലും ഈ സ്ഥാനാർത്ഥി നിർണയം സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് അന്തിമമായി തീരുമാനിക്കുന്നത് എങ്കിൽ പോലും ഈ കനകോലു പട്ടികയ്ക്ക് അതിൽ നിർണായകമായ സ്വാധീനവും പങ്കാളിത്തവും ഉണ്ട് എന്നാണ് നമുക്ക് KPCC വൃത്തങ്ങളിൽ നിന്നും ഹൈക്കമാൻഡ് വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SKN.